നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബാലൻ ഡിയോർ അതവൻ അർഹിക്കുന്നു. മിലാനിൽ അവൻ ഡിസിസീവ് ആയാൽ, പിന്നെ ഫൈനലിൽ അവൻ മികച്ച പ്രകടനം നടത്തിയാൽ, കപ്പങ്ങ് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അവൻ ആ ബാലൻ ഡിയോർ ഡിസേർവ് ചെയ്യുന്നു. ലാമിൻ യമാലിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. റയോ ഫെർഡിനാൻഡിൻ്റെ വാക്കുകളാണ്. ഫെർഡിനാൻഡ് പറഞ്ഞ വാക്കുകൾ നമ്മൾ ആദ്യം ഒന്ന് നോക്കുകയാണ്. ബാലൻ ഡിയോർ. ലാമിൻ യമാൽ, ഞാൻ വിചാരിക്കുന്നില്ല മറ്റാരെങ്കിലും ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുമ്പോൾ ഇത്രത്തോളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അവൻ മിലാനിൽ ഡിസിസീവായ പെർഫോമൻസ് നടത്തിയാൽ, ഫൈനലിൽ അതുപോലെ നടത്തിയാൽ, ഐ തിങ്ക് ഹി ഡിസേർവ്സ് ഇറ്റ് എന്നാണ് ഇപ്പോൾ റിയോ ഫെർഡിനാൻഡ് കൃത്യമായിട്ട് പറയുന്നത്. മാത്രമല്ല 2 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മറ്റൊരു പ്രതികരണം നടത്തിയിരുന്നു. ഒരു ട്രൂ ഫുട്ബോൾ ടാലൻ്റ് എന്ന നിലക്ക് ഞാൻ പറയുക, ലാമിൻ യമാൽ അനദർ ലെവലിലുള്ളൊരു പ്ലെയറാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ടോപ്പ് 5 ലീഗിലും വേൾഡ് ഫുട്ബോളിലും ഒക്കെ കളിക്കുന്ന താരങ്ങളെക്കാൾ തീർത്തും മറ്റൊരു നിലവാരത്തിലുള്ള കളിക്കാരനാണ് ലാമിൻ യമാൽ. 17 years ഓൾഡ്, ട്രൂലി അൺബിലീവബിൾ എന്നാണ് റയോ ഫെർഡിനാൻഡിൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇപ്പോൾ goal.comൻ്റെ ഒക്കെ ബാലൻ ഡിയോർ പവർ റാങ്കിങ് നോക്കിയാൽ റാഫീഞ്ഞയെ മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് ലാമിൻ യമാൽ. പലരും ഇത്തവണത്തെ ബാലൻ ഡിയോർ പോലും ലാമിൻ യമാൽ സ്വന്തമാക്കും എന്ന തരത്തിൽ നിരീക്ഷണങ്ങൾ നടത്തുന്നു. എന്തൊരു ഇമ്പാക്റ്റാണ് ഈ 17-കാരൻ പയ്യൻ ഫുട്ബോൾ ലോകത്തുണ്ടാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.